മലയാള സിനിമാ വ്യവസായം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പല നിവേദനങ്ങളും സർക്കാരിന് കൊടുക്കുകയുണ്ട്. എന്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കുക, അതുപോലെ തന്നെ PWD ഡിപ്പാർട്ട്മെന്റിനും സാംസ്കാരിക വകുപ്പിനും ഇലക്ട്രിസിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും എന്ന് വേണ്ട സിനിമാ മേഖലയുമായിപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും നമ്മൾ പല പ്രാവശ്യം കത്ത് കൊടുക്കുകയുണ്ട്. പല പ്രാവശ്യം കത്ത് കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ ആ ഭാഗത്തു നിന്ന് ഒരു അനുഭവമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചേംബറിന്റെ അനുമതിയോട് കൂടിയിട്ട് 6/2/2025 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൂടിയ മീറ്റിംഗ് വെച്ച് പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് മുൻ ചേംബർ പ്രസിഡന്റുമായിരുന്ന ശ്രീ G. സുരേഷ് കുമാർ അവിടെ വെച്ച് നമ്മുടെ ഈ സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന എക്സിബിറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ എന്ന വിഭാഗങ്ങളൊക്കെ ഒരു സമരരംഗത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ചർച്ച നടന്നു. അതിനുശേഷം കിട്ടുന്ന എല്ലാ അഫിലിയേറ്റ്സുകളും വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് മുമ്പ് ഈ മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ സമരാഹ്വാനം വന്നതിന് ശേഷം മുൻ പ്രസിഡന്റും G. സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റായ പ്രൊഡ്യൂസേഴ്സിന്റെ G. സുരേഷ് കുമാറിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് സംസാരിക്കുകയും ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ വയ്ക്കാതെ സമരത്തിന് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പം എന്തായാലും ചർച്ച 10-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമാ മന്ത്രി നമ്മുടെ എല്ലാ അഫിലിയേറ്റ്സും വിളിച്ചുകൊണ്ട് ഒരു അഫിലിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ എന്ന് പറഞ്ഞ സംഘടനകളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വയ്ക്കാമെന്നും 10-ാം തീയതിക്ക് ശേഷം ഒരു മീറ്റിംഗ് വയ്ക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ്. അദ്ദേഹം അതിന് ഒരു മീറ്റിങ്ങിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ സൂചനാ പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമാ മന്ത്രി വിളിച്ച മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ സിനിമാ മിനിസ്റ്റർ മാത്രമായിരിക്കില്ല, ഒന്നുകിൽ അതിന് ശേഷമായിരിക്കും മറ്റു വകുപ്പുകൾ. സിനിമാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മറ്റു വകുപ്പുകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാ വ്യവസായത്തിന് ഗുണകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് വയ്ക്കും. ആ മീറ്റിങ്ങിനോട് ശേഷം നമ്മൾ ഒരു ഡേറ്റ് മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് അനുഭവപൂർവമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേംബറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ നിലനിൽപ്പാണ് ഇതിൽ പ്രധാന വിഷയം. സിനിമാ തിയേറ്ററുകളായാലും ശരി, പ്രൊഡ്യൂസർ ആയാലും ശരി, ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ശരി, നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 3 ദിവസം ഷോ നടന്നാൽ 4 ദിവസം ഷോ ഇല്ല. അത് രീതിയിലാണ് സിനിമാ തിയേറ്ററുകൾ പോകുന്നത്. ഇത് പ്രൊഡ്യൂസറെയും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനും ഒരു നല്ല ഒരു ചർച്ചയിൽ വരുമെന്ന് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് സൂചനാ സമരം ഇപ്പോൾ അനൗൺസ് ചെയ്യുക. ആ ചർച്ചയ്ക്ക് ശേഷം അനുഭവപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ മറ്റ് ഭാവി കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. 10-ന് ശേഷം ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. 11-12 തിരുവനന്തപുരത്ത് മറ്റേ പൊങ്കാല തിരക്കേ കൊണ്ടത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ പറയുന്നുണ്ട് എന്ത് വിഷയം ഉണ്ടെങ്കിൽ മെമ്മോറാണ്ടം കൊടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ആവർത്തിക്കണം. അപ്പൊ നമ്മൾ എടുത്തു ചോദിച്ചു, മാധ്യമപ്രവർത്തകർ എനിക്ക് എടുത്തു ചോദിച്ചത് ആദ്യം ഒരു സർക്കാരോട് ചർച്ചയ്ക്ക് പോയതിനു ശേഷം ഓരോ സൂചനാ പണിയെടുത്ത് ചോദിച്ചു. അങ്ങനെയല്ല, ഞങ്ങൾ സൂചനാ പണിയെടുത്തതായിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ പ്രസ് മീറ്റിലൂടെ പറഞ്ഞിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള ചെയ്തത്. വീണ്ടും പെട്ടെന്ന് ഒരു ചേഞ്ച് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാകേഷോടും സുരേഷോടും എല്ലാവരും മിനിസ്റ്ററുമായിട്ട് കണ്ടിരുന്നതാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അവർ ചർച്ച ചെയ്തു, മിനിസ്റ്റർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രം ഈ സൂചനാ പണികളൊക്കെ അല്ലെങ്കിൽ ജൂൺ 1 4 മാസത്തിനാണ് സമരം പറയുന്നത്. ഇനി 10-ാം തീയതി ചർച്ച ചെയ്തിട്ട് അന്ന് മന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു സൂചനാ പണികളൊക്കെ ആയിട്ട് ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. സൂചനാ പണികളൊക്കെ മുന്നോടിയായിട്ട് വെക്കും, ഇല്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. സൂചനാ പണിമുടക്ക് നമ്മൾ പിൻവലിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചനാ പണിമുടക്ക് നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സുരേഷ് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് പോരെ എന്നുള്ള ചർച്ച അവിടെ വന്നു. അപ്പം ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾ എന്തായാലും അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേറ്റ് നമ്മളിപ്പം തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടേതായ ഡിമാൻഡ്സ് പലതും കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് മുൻപ് സാംസ്കാരിക സിനിമാ മന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള ഒരു മീറ്റിംഗ് ഞങ്ങൾ ചേംബർ അവിടെ പ്രതികരിച്ചുകൊണ്ട് KSFDC ചെയർമാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ ഡിമാൻഡുകളും കൊടുത്തിട്ടുള്ളതാണ്. അതിന് 5-6 മാസം മുമ്പ്.
അപ്പം അന്നും KSRTC സിനിമാ മന്ത്രിക്ക് ഇത് കൊടുത്തതിന് ശേഷം ചർച്ചയ്ക്ക് വീണ്ടും വിളിക്കുന്നതെന്നും പറഞ്ഞാണ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് മീറ്റിംഗിൽ വിളിക്കുന്നു പറഞ്ഞാണ്. അതിൻ്റേതായിട്ട് ആയിപ്പോഴാണല്ലോ നമ്മൾ അനൗൺസ് ചെയ്യേണ്ടി വന്നത്. അനൗൺസ് ചെയ്ത ഡേറ്റ് ഇപ്പം അത് വന്ന് അനൗൺസ് ചെയ്ത ഡേറ്റ്, അതായത് സുജാ സമരവും അനിശ്ചിതകാല സമരം അനൗൺസ് ചെയ്തപ്പോൾ സിനിമാ മന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സുരേഷിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് നമ്മളിന്ന് വിളിച്ച് ചർച്ചയ്ക്ക് ചെയ്തതിന് ശേഷം പോരുന്നു. തീർച്ചയായിട്ടും അത് എന്ന് പറയാൻ ഞങ്ങൾ ചേംബർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളത് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് സിനിമാ മന്ത്രി മാത്രമല്ല ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കേണ്ടത്. ഞങ്ങളുടെ വിഷയം പഠിക്കേണ്ട ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, EW മിനിസ്റ്റർ ഉണ്ട്, എലക്ട്രിസിറ്റി മിനിസ്റ്റർ ഉണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടാണല്ലോ സിനിമാ വ്യവസായം. അപ്പോൾ ഇതിനെപ്പറ്റി മൊത്തത്തിലുള്ള ചർച്ച ഉണ്ടാവും, അതുകൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ സൂചനാ സമരം പിന്നെ മറ്റുള്ള അനിശ്ചിതകാല സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത് ലിസ്റ്റ് ഫ്രീ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ പോയുള്ളൂ. ലിസ്റ്റ് ഫ്രീ മീറ്റിംഗിലാണ് നമ്മുടെ ഈ പറഞ്ഞ തീരുമാനങ്ങളായിട്ട് യോജിച്ചപ്പോൾ തന്നെ എല്ലായിടത്തും തീരുമാനങ്ങൾ പ്രസിഡന്റ് എന്നുള്ള എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നതല്ല. ഇവിടെ എല്ലാ അഫിലിയേറ്റ്സിനെയും ബന്ധപ്പെടുത്തി അവരെല്ലാവരും ചർച്ചയിൽ നിന്ന് തിരിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് മാത്രം. പിന്നെ ഇപ്പോൾ അമ്മയായാലും FK ഞങ്ങളെ സംബന്ധിച്ച് ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടർ അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേംബർ നിലവിലുള്ളത്. അമ്മയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അത് പ്രൊഡ്യൂസറും അമ്മയായിട്ടുള്ള ചർച്ചകൾ അവിടെ ഒരു വഴിക്ക് നടക്കും. FK ആയിട്ടുണ്ടെങ്കിൽ അതും പ്രൊഡ്യൂസറായിട്ട് നടക്കും. അവിടെ ഒന്നും തീരുമാനമാകാത്തൊരു വിഷയം വരികയാണെങ്കിൽ ഞങ്ങൾ ചേംബർ ഇടപെടും. ഞങ്ങളുടെ ഒരു അഫിലിയേറ്റ്സ് ആണ് ഈ പറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചേംബറിൻ്റെ വന്നുകൊണ്ടായിരിക്കും അടുത്ത ചർച്ച വരും. പിന്നെ തീർച്ചയായും അതിനാകെ ഫേസ്ബുക്ക് പോസ്റ്റല്ല പിൻവലിക്കുകയും അതുമാതിരി തന്നെ അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് രണ്ട് കൂട്ടരെന്ന് പറയുന്നത് സുരേഷ് ചേട്ടനായാലും അനണി പെരുമ്പാവരായാലും പരസ്പരം നല്ല സ്നേഹിക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് അനണി പെരുമ്പാവരാണെങ്കിൽ സുരേഷ് ചേട്ടനെ ബഹുമാനിക്കുന്ന ആളും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമില്ല, എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യും. അല്ല, നമ്മൾ അതായത് ഞങ്ങളുടെ മീറ്റിങ്ങിൽ ചേംബറിൻ്റെ മീറ്റിങ്ങിൽ സുരേഷ് ചേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല അനൗൺസ് ചെയ്തിരുന്നു, അത് മൊത്തം ചേംബറിൻ്റെ അനുവാദത്തോടു കൂടി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടീവ് അസോസിയേഷൻ്റെ ആ മീറ്റിങ്ങിൽ വെച്ച് അനൗൺസ് ചെയ്തതാണെന്നും ആ തീരുമാനത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ സുരേഷ് ചേട്ടനെ പറ്റി വിമർശിച്ചുകൊണ്ടാണ് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് ആവശ്യം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹം ചേംബർ കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞു. പക്ഷെ അത് പിൻവലിക്കുകയും ചെയ്ത വിഷയം തീർന്നു. പിന്നെ അതുമായിട്ടുള്ള ചർച്ചയില്ല. നമ്മുടെ വിഷയങ്ങളുണ്ട്, അത് ഞങ്ങൾ ചർച്ചയ്ക്ക് സർക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ അവതരിപ്പിക്കുന്നതാണല്ലോ. അത് കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊടുത്തിട്ടുണ്ട്. അവിടെ അവതരിപ്പിച്ച് അതിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ വരുന്നതല്ലാണ് ഇവിടെ നമ്മൾ പറയാൻ സ്പെഷ്യൽ പറയേണ്ട കാര്യങ്ങളല്ല. വലിയൊരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. അതിലിപ്പോ സിനിമ, അത് ഒരു സിനിമ എന്നൊരു മാധ്യമം, അത് പല ആളുകൾക്കും അതിനോട് പ്രചോദനം ഉണ്ടാകുന്ന ചർച്ചകൾ വരുന്നു. അത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡയറക്ടേഴ്സ് കൂടി പറഞ്ഞു സിനിമയിലേക്ക് മാത്രം എല്ലാം ഇട്ടുകൊണ്ടുള്ള പ്രസ്താവന പാടില്ല എന്ന് പറഞ്ഞു. സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു സിനിമയെ ഒരു പരിധി വരെ ആകുന്നു. ചേംബറിന്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾ ഈ സംഘടനകളെല്ലാം ഉണ്ടല്ലോ, ഈ സിനിമയിൽ കാണുന്ന വയലൻസ് അത് സെൻസർ ബോർഡ് അംഗീകരിക്കുന്നതുകൊണ്ടാണ് സിനിമയിൽ വയലൻസ് കാണിക്കുന്നത്. അതിനൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളുണ്ടോ? ഈ വയലൻസുമായി ബന്ധപ്പെട്ട് ചേംബറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പൊ മാർക്ക് ഉൾപ്പെടെയുള്ള TV പോലും പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒരു സിനിമ സെൻസർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചേംബറിന്റെ ഇത് പബ്ലിസിറ്റി ക്ലിയറൻസ് ആണെങ്കിലും അതിൽ പോലും നമ്മൾ എന്താ പറയുക ഒരു അനുവദനീയമായിട്ടുള്ള പരസ്യങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. അത്രയും ക്ലീനായിട്ട് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ചേംബർ എഫക്ട്സ് പോസ്റ്റർ. അപ്പോൾ ഒരു പോസ്റ്ററിന്റെ കാര്യത്തിൽ അത് പല കേസുകളും മനസ്സിൽ വരിക്കുന്ന പോസ്റ്ററുകൾ അതൊന്നും പാടില്ല എന്നും നമ്മൾ ഇവിടുന്ന് എന്താ പറയുക ഇവിടുന്ന് അനുവദിച്ച് കൊടുക്കാറില്ല. ചേംബർ അത് അനുവദിച്ച് കൊടുക്കാറില്ല പബ്ലിസിറ്റി ചെയ്യാനായിട്ട്, അപ്പോൾ സീൽ ചെയ്യാനായിട്ട് വിടാനായിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ ലഹരി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് സെൻസർ ചെയ്ത് സെൻസർ ബോർഡാണ്. സെൻസർ ചെയ്ത് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിയേറ്റർ അഭിപ്രായത്തില്ല, സെൻസർ ചെയ്ത് സിനിമ കളിക്കില്ല. അപ്പോൾ സെൻസറിൽ ഏതാണ് വേണ്ട ഏത് വേണ്ട എന്നുള്ളത് സെൻസർ ബോർഡ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അതാണല്ലോ മാർക്ക് എന്ന് പറഞ്ഞ പടത്തിനെ പറ്റി ഇപ്പോൾ വന്നത്. മാർക്ക് എന്ന് പറഞ്ഞ പടം TV മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ സെൻസർ ബോർഡാണ് അതിന് നിയന്ത്രണം കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. പിന്നെ തീർച്ചയായിട്ടും
സെൻസർ ബോർഡാണല്ലോ പടം സെൻസർ ചെയ്ത്, ആ സെൻസർ ചെയ്ത പടങ്ങളാണ് തിയേറ്ററിൽ റിലീസിൽ വരുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സെൻസർ ചെയ്ത പടങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിൽ എന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറ്റക്കാരാണ്. ഞങ്ങളവിടെ സെൻസർ ചെയ്ത പടത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. മാർക്ക് എന്ന് പറഞ്ഞ പടമാണെങ്കിലും അതിൽ 16 വയസ്സിന് മേലെ 18 വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ അതവിടെ പ്രദർശിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിലൊക്കെ. അല്ല, സിനിമയിലെ വയലൻസ് നമ്മളൊരു സിനിമാ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നത്, അതിൽ എന്തൊക്കെ വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡ്. അതിന് പര്യാപ്തമായിട്ടുള്ള ആളുകളാണല്ലോ സെൻസർ ചെയ്യണം. ഞങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യമില്ല. അപ്പൊ ആ സെൻസർ ബോർഡ് ഇരിക്കുന്ന വ്യക്തികളാണ് സെൻസർ ചെയ്യാൻ പറ്റാവുന്നതാണോ നോക്കിയിട്ടാണ് സെൻസർ ചെയ്ത് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞില്ല. അല്ല, ഇതിപ്പോ വേറെ കാര്യമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ തിരുവനന്തപുരം സെൻസർ ബോർഡിൽ സെൻസർ ചെയ്തില്ലെങ്കിലും ഈ പടം ബോംബെയിലൊക്കെ പോയി സെൻസർ ചെയ്താലും ഇവിടെ തിയേറ്ററിൽ കളിക്കാം. മനസ്സിലായോ? ചലച്ചിത്ര നടന്മാര്, പിന്നണി ഗായകര് അവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പൊ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവര് നിങ്ങളുടെ അവർ കേസെടുക്കും. അതായത് കണ്ടെത്തിയൊക്കെ, അതായത് ഇവിടെ നിയമം ഉണ്ടല്ലോ. ഇവിടെ ഒരാളുടെ അടുത്തുനിന്ന് എന്താ പറയുക, ലഹരി പിടിച്ചാലും അതിനിവിടെ നിയമമുണ്ട്. ആ കേസെടുക്കുന്നവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ കേസ് മുന്നോട്ട് പോകില്ല. അതിന് ചേംബറിലാണ് എന്ത് പറയാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനാണ് ചേംബർ ഇരിക്കുന്നത്. നിയമപരമല്ലാത്ത ഒരു കാര്യത്തിനും ചേംബർ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളെ കുറ്റക്കാരനാണ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കാം എന്ത് വേണം. അല്ല, ഞങ്ങൾ വിലക്കുമ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം ജനാധിപത്യത്തിൽ വിലക്കോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചെഴുതുകയല്ലേ? അതേക്കുറിച്ച് എന്നാ പറയുന്നത്? പ്രസ്താവന കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, തന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ ഇഷ്ടമുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു വിഷയം നിർമ്മാതാക്കളുടെ സംഘടനയിൽ അന്നുണ്ടായ ഒരു വിഷയമാണ്. താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് വരെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ണി മുതൽ പറയുന്നത് എങ്ങനെയാണ്, എന്റെ കയ്യിൽ പൈസ കൊണ്ട് എനിക്ക് സിനിമ നിർമ്മിക്കാം, ആരാണ് പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഉണ്ണി മുതൽ പറയും. അത്തരം ഒരു തീരുമാനങ്ങൾ എവിടെയാണ് ചർച്ച എത്തിയിരിക്കുന്നത്? ഇതേവരെ ഒരു ആർട്ടിസ്റ്റ് പിടിക്കുന്ന പടങ്ങൾ കളിക്കില്ല എന്ന് ചേംബറോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ പറഞ്ഞേട്ടെ പ്രദർശിപ്പിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പെക്സ് ബോർഡിനെ അറിയിക്കുകയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്നവരെ അങ്ങനെ അറിയിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സിനിമ പിടിക്കാൻ ആർക്ക് അവകാശമുണ്ട്? മനസ്സിലായി. പക്ഷേ ഈ നമ്മളെ സംബന്ധിച്ച് ഈ വ്യവസായം നിലനിൽക്കണം, അതിന് വേണ്ട സാഹചര്യം എന്താ ചെലവ് കൂടി പോകാൻ പാടില്ല. എങ്ങനെയാണ് സിനിമ ചിലവ് ചുരുക്കി ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നിലനിൽപ്പിന് പറ്റുന്നത്? അതേമാതിരി തന്നെ തിയേറ്ററുകൾ. ഇപ്പം ഞങ്ങളൊക്കെ ഞാൻ തിയേറ്ററിനെ പ്രതിനിധിച്ചിട്ടാണ് ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇപ്പം ഈ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഇന്ത്യയിലെ ഏറ്റവും നല്ല തിയേറ്ററുകൾ ഇരിക്കുന്ന ഒരു സംസ്ഥാനം കേരളം. പക്ഷെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കോടികൾ മുടക്കി ഇപ്പം നമുക്ക് റിട്ടേൺ ഇല്ലാണ്ട് ഞങ്ങളെല്ലാവരും കടക്കണിയിൽ നിൽക്കുന്ന അവസ്ഥയിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ, സിനിമ വ്യവസായത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, നേരത്തെ പറഞ്ഞില്ലേ 4 ദിവസം ഷോ കളിക്കും, 3 ദിവസം കളിക്കും. ഇത് സംഭവിക്കുമ്പോൾ എന്താണ്, പിന്നെ ജനങ്ങൾ തന്നെ സിനിമയ്ക്ക് വരില്ല, അവിടെ ആളില്ല, സിനിമ കളിക്കില്ല, സിനിമ ഓടില്ല, അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരണം. അപ്പോൾ അതാണ് ഞങ്ങൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ കൂടെ നിൽക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമാ തിയേറ്ററുകളുടെ സ്ഥിതി വളരെ മോശമാണ്. ഒരു സിനിമാ തിയേറ്റർ കേരളത്തിൽ വന്നാൽ ആ തിയേറ്ററിന്റെ പരിസരത്തുള്ള വ്യവസായങ്ങൾ, ഹോട്ടലായാലും ഓട്ടോറിക്ഷയിലും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് തിയേറ്റർ നടത്താം, കാഞ്ഞണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ മാറ്റങ്ങൾ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. അപ്പം എല്ലായിടത്തും തന്നെ തിയേറ്ററുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റം വരും. ഇപ്പോൾ ഒരു മാൾ എടുത്ത് നോക്കിയോ, അതിലൂടെ നമുക്കറിയാം ഇവിടെ ഒരു മാള് തിയേറ്റർ നിർത്തി ഇപ്പോൾ ബിസിനസ്സൊക്കെ പോയി. അപ്പം ഇത് കാണാൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ് വ്യവസായം നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകണം. അതിനുള്ള സപ്പോർട്ട് വേണം, മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടാവണം, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്നാൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ല, അത് പ്രൊഡ്യൂസർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രൊഡ്യൂസറും അമ്മയായിട്ടുള്ള അതിനുള്ള സംസാരങ്ങൾ നടക്കും. ചർച്ചയ്ക്കുള്ള കള ഒരുങ്ങുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലെങ്കിൽ അപ്പെക്സ് ബോഡി അത് ഏറ്റെടുക്കും. അതല്ലേ വേണ്ടു. അതായത് നമ്മളെ അവരുടെ ബിസിനസ്സായി ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോഴല്ലേ അപ്പെക്സ് ബോഡി കേട്ടപ്പോൾ അല്ലെ അവർ ഞങ്ങളോട് ആവശ്യപ്പെടണം. ഇന്നൊരു പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് ഒരു തിയേറ്റർ, 2 തിയേറ്ററുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ വാർത്തയാണ് കാഞ്ഞങ്ങാട്. ആ തിയേറ്റർ ഉടമകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ, താങ്കൾ തിയേറ്റർ ഉടമയുടെ ആളുകൂടെയാണ്, അത് വളരെ മോശമായ പ്രവണത. തിയേറ്റർ ഉടമകൾ ഇങ്ങനെ ചെയ്യുന്നത്, ഒരു സിനിമ കളിക്കുമ്പോൾ ആ സിനിമ ഓഫ് ചെയ്യുന്ന നിലയിലേക്ക് ഒരു തിയേറ്റർ ഉടമ വരുന്നു, അയാൾ പരാതി കൊടുക്കുന്നു, അത് വലിയ വാർത്തയാവും.
സിനിമാ തിയേറ്റർ ഉടമകൾ തമ്മിലാണ് ഈ മത്സരം. അതൊക്കെ ഈ സിനിമയെ ബാധിക്കുന്നില്ല, സിനിമാ വ്യവസായത്തെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും അത് അദ്ദേഹം കേസ്, അതായത് മറ്റൊരു തിയേറ്റർ ഉടമയാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് നടപടികളായിട്ട് മുന്നോട്ട് പോകും, അതിൽ തർക്കമൊന്നുമില്ല. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വയലൻസ് വരുന്ന പല പടങ്ങളും എന്താ പറയാ, ഇപ്പൊ തന്നെ ഇതുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇടപെട്ടിട്ട് അത് മറ്റേ TV മാധ്യമങ്ങളിലൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സംബന്ധിച്ച് സിനിമ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്കൊരു പരിമിതികളുണ്ട്. സെൻസർ ചെയ്ത സിനിമ തിയേറ്ററിൽ റിലീസ് സെൻസർ ചെയ്താൽ തിയേറ്ററിൽ കഴിക്കണം. പിന്നെ അവിടെ നമുക്ക് അത് കട്ട് ചെയ്യാനോ നമുക്കതിൽ വയലൻസ് ഒഴിവാക്കാനോ ഒന്നും നമുക്ക് അതിന് അധികാരമില്ല. പഴയ കാലത്താണെങ്കിൽ ഫിലിമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നുന്ന വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യകളായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സെൻസർ ചെയ്ത് വരുന്ന പടത്തിൽ ഏതൊക്കെ കട്ടന്റ് എന്നുള്ള അതിലുണ്ടായിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സിനിമകളും വയലൻസ് ഉള്ള സിനിമകൾ മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് ഇത് കാരണമാണ് അല്ല അത് ഞങ്ങളുടെ ഈ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ വ്യവസായത്തിന് വേണ്ട കാര്യങ്ങൾ, ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഇത്. ഈ പറഞ്ഞ മാതിരി ഇനി വയലൻസ് കൂടി വരുന്നുണ്ട്, അതിന് നിയന്ത്രണം വേണമെന്നുള്ള ഒരു തീരുമാനം ഇവിടെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ ആരെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതല്ലാണ്ട് ഇപ്പൊ അതിനെപ്പറ്റി ചർച്ചയും കാര്യങ്ങളും നമ്മൾ അതൊരു വിഷയമായിട്ട് എടുത്തിട്ടില്ല. അല്ല, ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചല്ലോ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തില് എവിടെയാ തിന്മ ജയിച്ചിരിക്കുന്നത്? അവസാനം സിനിമയിൽ എത്രയും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതാണ് സ്വീകരിക്കാത്തത്. അല്ല അത് സെൻസർ ബോർഡ്, അതായത് സെൻസർ അല്ല അതൊന്നും ഞങ്ങളുടെ കൺസേൺ അല്ല. ഇതൊരിക്കലും ഇത് ഇപ്പൊ ഞാൻ സെൻസർ ബോർഡിലെ ഉദ്യോഗസ്ഥനെ മറ്റു പേപ്പറിൽ വായിച്ചാണ് ഞാൻ അല്ലേ, അത് TV മാധ്യമങ്ങളിലൊന്നും പ്രദർശിപ്പിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അവർ ഈ സെൻസർ ചെയ്ത പടങ്ങൾ വളരെ കാര്യക്ഷമമായി നോക്കിയിട്ട് തന്നെ സെൻസർ ചെയ്യുള്ളതായിരിക്കാം. നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ആപെക്സ് ബോർഡ് ഒരു പടം സെൻസർ ചെയ്ത് വന്നാൽ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തും, എക്സിബിറ്റ് ചെയ്യുന്ന എക്സിബിറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് അത് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ആളെ കൊണ്ടു ചെല്ലും. അതിൽ പറ്റാത്ത സീനാണെങ്കിൽ സെൻസർ അനുസരിച്ച് വരും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു തോന്നലുണ്ടാവും ഈ പ്രൊഡ്യൂസറോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു അത് കൺട്രോൾ ചെയ്യാനാണ് അവിടെ സെൻസർ ബോർഡ് ഇരിക്കുന്നത്. അത് ഒരു വ്യക്തിയല്ല, അത് കൺട്രോൾ ചെയ്യാനാണ് സെൻസർ ബോർഡ് ഇരിക്കുന്നത്. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-25 കൊല്ലം മുമ്പ് തന്നെ ആർഗ്യുമെന്റ്സ് ഒത്തിരി നടന്നിട്ടുള്ളതാണ്. ഞങ്ങൾ എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യന് ഞങ്ങൾ പബ്ലിക് ലൈഫിൽ നടക്കുന്നതാണ് നിങ്ങൾ സിനിമ പിടിക്കുന്നത്. യു ആർ സെയിങ് സിനിമ പിടിക്കുന്നതിൽ നിന്നാണ് പബ്ലിക് ഇങ്ങനെ ചേഞ്ച് ആകുന്നത്. ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത്, പബ്ലിക് കാണിക്കുന്നതാണ് നിങ്ങൾ സിനിമ എടുത്ത് കാണിക്കുന്നത്. ഒരു ഡ്രസ് കോഡ് പബ്ലിക്കിൽ എന്ത് ഡ്രസ് കോഡ് കാണിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾ സിനിമ കാണിക്കുന്നത്. സെൻസാർ ബോർഡിൽ പറയും ബോംബെയിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി 2 പീസ്, പക്ഷേ കേരളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഇറ്റ് കനോട്ട് ബി 2 പീസ്. ബിക്കോസ് ബോംബെയിൽ അതിന്റെ ഡെവലപ്മെന്റ് അങ്ങനെ ആയിക്കഴിഞ്ഞു, ഇവിടെ അങ്ങനെ ഡെവലപ്മെന്റ് ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലോ അറിയാം, ഞാൻ ബോംബെയിൽ 70-80s റോഡ് പോകുന്ന പെണ്ണിനെ ടാക്സിയിൽ വലിച്ചോണ്ട് പോകും, അവിടെ ആരും ചോദിക്കാറില്ല. പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മുടെ പബ്ലിക് അത് അജിറ്റേറ്റ് ചെയ്യും, ആരെങ്കിലും ഒരു പെണ്ണിനെ ടച്ച് ചെയ്യുക അജിറ്റേറ്റ് ചെയ്യും. ഇത് ഡിഫറെന്റ് അപ്പോൺ എന്ത് പറയണ പബ്ലിക്കിന്റെ ഉള്ളിലുള്ള ആ എഡ്യൂക്കേഷൻ മൂടും കാര്യങ്ങളുമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് പറയുന്നത്, ഇവിടെ പബ്ലിക്കിൽ നടക്കുന്നതാണ് നിങ്ങൾ സിനിമ പിടിച്ച് കാണിക്കുന്നത്. വയലൻസ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങള് പബ്ലിക് ലൈഫില്? ആ വയലൻസിനെ സിനിമയായിട്ട് കാണിക്കുക. പിന്നെ ഒരു മിനിറ്റ് ഇതുകൊണ്ട് പറഞ്ഞോട്ടെ, നിങ്ങളെ ഇന്ന് രാവിലെ നേരെ ഡ്രോയിങ് റൂമിലേക്ക് വരുന്നത്. ഇത് സംസാരിച്ചത് സെൻസർ ചെയ്തതിനെ പറ്റിയാ, സെൻസർ ചെയ്ത് തിയേറ്ററിൽ കാണിക്കുന്നതിനെ പറ്റിയാ. അതിനുള്ള മറുപടി അവിടെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരുടെയും ഡ്രോയിങ് റൂമിലേക്ക് വയലൻസ്, സെക്സ് അൺസെൻസേർഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ നിങ്ങളുടെ കുട്ടികൾ കാണുന്നു. അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ചോദിക്കാനല്ല, സിനിമയ്ക്ക് ചോദിക്കാനും പറയുന്ന ആളുണ്ട്. ലെറ്റ് us have the body. പറഞ്ഞുതരാം,
അതിനാണ് സെൻസറിങ്ങിന് വിടുന്നത്. സെൻസറിങ്ങിന് മുമ്പ് അവർ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. UA ആണോ A ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളുടെ ഉത്തരവാദിത്തം സിനിമ ഏറ്റെടുക്കുന്നത്. അതെങ്ങനെ ഏറ്റെടുക്കുന്നത്? ഈ സിനിമയിൽ നന്മ എന്നാ കാണാത്തത്? ശരി, ഒരു പയ്യൻ സ്വന്തം സഹോദരിയെ സ്വന്തം കാമുകയും അമ്മയും അപ്പനെയൊക്കെ കൊല്ലുന്ന സിനിമയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ പറയരുത്. കാരണം ആവേശം എന്ന സിനിമ കണ്ട് ഒരു കൂട്ടം യുവാക്കൾ, കുട്ടികൾ ഒരു ഗുണ്ടാ ഗ്യാങ്ങിൽ പോയി ചേർന്നതായിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്നതാണ്. അത്രമേൽ സ്വാധീനം സിനിമ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ചർച്ച ഇപ്പോൾ. അപ്പൊ അതിലെന്താണ് നിങ്ങളുടെ നിലപാട്? വിജയ് എന്ന് പറഞ്ഞ ആളുടെ ആരാധന മൂത്തിട്ട് ഒരു പയ്യൻ തള്ളവരൽ മുറിച്ച് വിജയുടെ വീട്ടിൽ ചെന്നു. അവരുടെ ആഗ്രഹം എന്താണെന്നറിയാം, വിജയുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കണം. ഞങ്ങളുടെ കൂടെയുള്ള ഹംസയുണ്ട്, എം ഹംസ, അന്നത്തെ വീട്ടിലുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും തള്ളവരൽ മുറിക്കാറുണ്ടോ ആരാധന മൂത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ കാണും. സമൂഹത്തിന്റെ പരിച്ഛേദം അല്ലല്ലോ സിനിമ. പിന്നെ എല്ലാ സിനിമയുടെ തലയിൽ കൊണ്ട് വെക്കുന്നത് ശരിയല്ല. 10-ാം തീയതി ശേഷം ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെ, സൂചന പഠിപ്പിച്ച് തീരുമാനിക്കും. അപ്പൊ അതിനുശേഷം അത് ഗവൺമെന്റ് റെസ്പെക്ട് ചെയ്തത് വേണ്ട. പ്രൊഡ്യൂസേഴ്സിനെ കത്തമ്പി